there was a persecution happened in early church. അപ്പോൾ ആദിമ ചർച്ചില് ഒരു ദൈവകൃപ കണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. And we know that Stephen was the first martyr. അദ്ദേഹം സ്തെഫാനോസ് ആണ് ആദ്യമായി ദൈവനാമത്തിനു വേണ്ടി താൻ രക്തസാക്ഷിയായി തീർന്നത്. But there was a place of Antioch. അവൻ ഇപ്പോൾ അന്ത്യോക്യ എന്ന ഒരു സ്ഥലത്തിലായിരിക്കുകയാണ്. The Gentile believers, they were afraid because they heard the news of persecution. പ്രത്യേകിച്ച് ദൈവമക്കൾ വളരെ ഭയത്തോടു കൂടി ആയിരിക്കുകയാണ്. കാരണം വളരെ മഹോന്നതമാണ് ജനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. They all have fear. അവർ വളരെ വിശുദ്ധരായിരുന്നു. But what happened this time? പക്ഷേ ഈ സമയത്ത് എന്താ സംഭവിച്ചത്? There was a need of encouragement. അവർക്ക് ഒരു പ്രബോധനം ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. My dear church, പ്രിയ ദൈവമക്കളെ, I want to talk about today power of encouragement. അപ്പോൾ ഇന്ന് പകൽക്കാലം ഒരു ശക്തിയുള്ള ഒരു പ്രബോധനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പായി കൊണ്ടുവയ്ക്കുന്നത്. And I will give you some principle how to encourage. അപ്പോൾ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ പ്രബോധിക്കാൻ കഴിയും, ധൈര്യപ്പെടുത്താൻ കഴിയും എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ, വസ്തുനിഷ്ഠമായ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If you see the Acts chapter 4:36, the means Barnabas is son of encouragement. അപ്പോൾ നമുക്ക് ബർന്നബാസിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നത് അവൻ പ്രബോധനപുത്രനായിരുന്നു. Wherever he goes, he encourages the people. എപ്പോഴെല്ലാം കണ്ടുവോ അവൻ ജനത്തെ പ്രബോധിപ്പിക്കുന്നവനായിരുന്നു. And wherever he goes, he helps the people. അവൻ എവിടെയെല്ലാം പോയോ അവരൊക്കെ അവൻ ദൈവത്തിന്റെ പറഞ്ഞവരെ ആശ്വസിപ്പിച്ചു. And when the Jerusalem churches they hear the news of Antioch, when there are persecution happening, അപ്പോൾ അങ്ങനെ ഈ പ്രദേശത്തും അന്ത്യോക്യയിലും മഹോത്സവം സംഭവിക്കുന്നു, അഥവാ ക്രിസ്തീയ പീഡനം സംഭവിക്കുന്നു എന്ന് കേട്ടപ്പോൾ and they discuss whom we have to send there. അവിടെ ഒരു സംസാരമുണ്ടായി, ഇങ്ങനെ ദുഃഖമനുഭവിക്കുന്ന മധ്യത്തിൽ ആരെ പറഞ്ഞയക്കണം. And this scripture clearly says they sent Barnabas to the Antioch. അവിടെ പറയുന്നത് അവർക്ക് ആവശ്യം ഒരു ബർന്നബാസിനെ ആയിരുന്നു. ബർന്നബാസിനെ അവിടേക്ക് അയക്കുകയാണ്. ഹല്ലേലൂയ. So what happened when he came to the Antioch? People were happy. അങ്ങനെ അന്ത്യോക്യയിലെ ബർന്നബാസ് ചെന്നപ്പോൾ ബർന്നബാസിനെ കണ്ടപ്പോൾ തന്നെ ജനങ്ങൾക്ക് സന്തോഷമുണ്ടായി. And they received the grace of God. അവൻ ദൈവത്തിന്റെ സ്നേഹത്തിലും കൃപയിലും വസിക്കുന്നവൻ. And Bible clearly says he encouraged the believers of അവിടെ Antioch. പറയുന്നു ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നവനായിരുന്നു ബർന്നബാസ്. And if you see the following chapter, Bible clearly says that the great number of believers added to the church. അങ്ങനെ ധാരാളം പേരെ നമ്മൾ വീണ്ടും വചനം വായിക്കുമ്പോൾ ധാരാളം പേർ അറിയുകയും ആ നിലയിൽ പ്രബോധനം അനുഭവിക്കുകയും ചെയ്തു. My dear friends, പ്രിയ ദൈവമക്കളെ, when you see our church, നമ്മുടെ ചർച്ച എങ്ങനെയുള്ളതായിരിക്കണം? we blame ourselves, our church never grow. നമ്മൾ മറ്റുള്ളവരെയോ നമ്മെ തന്നെ നമ്മളെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ, കുറ്റം പറയുന്ന ആൾക്കാരുടെ സഭകളുണ്ടെങ്കിൽ സഭ ഒരിക്കലും വളരുകയില്ല. Nobody wants to come our church. ഒരിക്കലും ആരും സഭയ്ക്കകത്ത് വരികയില്ല. And we say the problem is Satan. നമ്മൾ പറയും ആൾക്കാർ വരാത്തത് സാത്താനാണ്. Most of the we blame Satan. ആൾക്കാർ പള്ളി വരാത്തതിന് കാരണം സാത്താനൊന്നും. But what is the problem of never growing church? എന്തുകൊണ്ടാണ് ചർച്ച വളരാത്തതിനുള്ള പ്രധാനപ്പെട്ട കാര്യം? The great need of church is not money. അപ്പോൾ നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന പണമല്ല. But the great need of church is now encouragement. ഒരു സഭയുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് പണമല്ല. ഒരു സഭയുടെ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് പ്രബോധനമാണ്, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തലാണ്. When you see the situation of Nepal now, ഇപ്പോൾ നേപ്പാൾ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? now government has permitted to preach the word of God. അപ്പോൾ ഇപ്പോൾ നേപ്പാൾ ഒരു സമയത്ത് ദൈവത്തിന്റെ വചനം പറയാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ നേപ്പാൾ സുവിശേഷം അറിയിക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. If you preach the word of God, they will catch and they will send to the prison. സോറി ഈ കാലഘട്ടത്തിൽ നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷം പറയാൻ പെർമിഷൻ ഇല്ല. അങ്ങനെ സംസാരിച്ചാൽ സുവിശേഷം പറഞ്ഞാൽ കൊണ്ടുപോയി ജയിലടക്കി. And most of the missionaries were in prison now. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം പേര് ഇന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. So what happened in the early church? നാം ഈ കഴിഞ്ഞ കാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ, ആദിമ സഭയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. Bible says they grow day after day. അവിടെ എഴുതിയിരിക്കുന്ന മഹാപീഠം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവിടെ അനുഭവങ്ങളായിരുന്നെങ്കിലും സഭ ദിവസം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു. Paul, Peter, they all became martyrs. അവിടെ അപ്പോസ്തലനായ പത്രോസ് മുതലായവർ
gathering happening, അവിടെ ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ തന്നെയും at the same time believers were growing and growing. എന്നാ മഹാപീഠം അനുഭവിച്ചിരുന്ന കാലത്തിലും ദൈവസഭ വളർന്നുകൊണ്ടേയിരുന്നു. Because there is only one reason. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? Because they encourage each other. Hallelujah. അറിയാമോ? അവർ പ്രയാസത്തിന്റെ ഘട്ടത്തിലായിരുന്നപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് അവർ പരസ്പരം ധൈര്യപ്പെടുത്തി. And first principle, how to encourage others. നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാനായിട്ട് കഴിയും, ധൈര്യപ്പെടുത്താനായിട്ട് കഴിയും? You can encourage by your words. നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും. If you see the Proverbs 18:21, അപ്പോൾ ഇവിടെ 21 വാക്യം വായിക്കുമ്പോൾ here the word of God says that അവിടെ എങ്ങനെയാണ് പറയുന്നത്? death and life ജീവനും മരണവും are in your tongue. നമ്മുടെ നാക്കിലാണ് ഇരിക്കുന്നത്. You can bless through your tongue നിങ്ങളുടെ നാക്കുകൊണ്ട് നാവുകൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാം. and you can curse by your tongue. നിങ്ങൾക്ക് മരിക്കണമെങ്കിൽ നാവുകൊണ്ട് തന്നെ മരിക്കാം. We have to know how to encourage others through our words. അപ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ ഉപദേശിക്കണം എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. When God created man and woman, അപ്പോൾ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചപ്പോൾ God did not say, this is not good. അപ്പോൾ ഇത് നല്ലതല്ല. But rather he said, it is so good. അവൻ പറയുന്നത് ഇനി നല്ലതെന്നല്ല, ഇത് ഏറ്റവും നല്ലതാണ് എന്നാണ് പറയുന്നത്. And Genesis 1:1 says, God created heaven and earth. അപ്പോൾ വീണ്ടും പറയും ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. Verse 2 says that earth was void and darkness. എന്നാൽ വേദപുസ്തകം പറയുന്നു ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് പാഴായും ശൂന്യമായിരുന്നു. 3 says that അതിന് മൂന്നാമത്തെ വാക്യം പറയുന്നു God said, ദൈവം പറഞ്ഞു. that means he speak. അവൻ ദൈവം പറഞ്ഞു. And he said, let there be light. അപ്പോൾ രാത്രി ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. And it happened. പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. My dear sons, പ്രിയ ദൈവം, most of the we only we see our darkness. പലപ്പോഴും നമ്മൾ ഇരുൾ മാത്രമാണ് കാണുന്നത്. But we never speak, let there be light. എന്നാൽ എപ്പോഴും പ്രകാശം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പറയാറില്ല. Don't describe your situation. അപ്പോൾ എപ്പോഴും നമ്മുടെ സിറ്റുവേഷൻ മാത്രം, സാഹചര്യം മാത്രം നമ്മൾ കാണരുത്. But speak the change the situation. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന അവസ്ഥകളെ നമ്മൾ കൂടുതലായിട്ട് കാണണം. Hallelujah. And through your words you have to say your pastor, you are doing very very good. നിങ്ങളുടെ മനസ്സിലോടാണെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങളുടെ പാസ്റ്റർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. Because if you not learn to how to encourage others, it never be. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാതെ നിങ്ങൾ മുഖം വീർപ്പിച്ചിരുന്നാൽ ഒരിക്കലും സഭ നന്നായി പോവുകയില്ല. And you have to encourage to others through your words, your friend. അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരുന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ അനുസരിക്കുകയും നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മൾ പ്രബോധിപ്പിക്കുകയും വേണം. And last thing is, മൂന്നാമത്തെ കാര്യം, you have to encourage the people by helping. അത് മാത്രമല്ല മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ പ്രബോധിപ്പിക്കണം, ധൈര്യപ്പെടുത്തണം. He encouraged the church of Antioch by words. അവൻ മറ്റുള്ളവരെ വാക്കിലൂടെ പ്രബോധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, but at the same time he sold his land. അത് മാത്രമല്ല അവന്റെ സ്ഥലം വിറ്റ് അവൻ കൊണ്ടുവരികയാണ്. When you come to the church, നിങ്ങൾ ദൈവസഭയിൽ വരുമ്പോൾ don't come to get something from church. അപ്പോൾ സഭയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറോടുകൂടെ വരണം. But come to give something to the church. ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ചില നിങ്ങൾ കൊടുക്കണം. And then you can see the result of church growing. അങ്ങനെ നിങ്ങൾ ചെയ്താൽ സഭ വളരുന്നത് നിങ്ങളുടെ കണ്ണിൽ കാണാനായിട്ട് കഴിയും. What we have to do? നമ്മൾ എന്ത് ചെയ്യണം? We have to encourage one another. പരസ്പരം നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണം. We have to help one another. നമ്മൾ പരസ്പരം സഹായിക്കണം. And Bible say, don't be tired to do good works. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തില് ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത് എന്നാണ് വേദപുസ്തകം പറയുന്നത്. Some of the people they want to show only outside to help others. അപ്പൊ ചിലർക്കാണെങ്കിലും പുറത്ത് അവർ ചെയ്യുന്നതൊന്ന് കാണിക്കണം. Like Ananias and Sapphira. അനന്യാസും സഫീറയും സ്ഥലം വിറ്റ് കൊണ്ടുവന്നതുപോലെ, പകുതി എടുത്ത് വീട്ടിൽ വിറ്റ് കൊണ്ടുവന്നതുപോലെ They also saw how Barnabas encouraged the people. അവരും ഇവർ കണ്ടുപിടിക്കുകയാണ്. ഭാര്യയും ഭർത്താവും അനന്യാസും സഫീറയും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ബർന്നബാസ് ചെയ്തതെന്ന്. And they want to also help the people. അവരത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത്. Some of them they don't want to help because they are loving their property. ചിലരുണ്ട് ദൈവനാഥത്തിന് വേണ്ടി ഒന്നും കൊടുക്കാൻ പറ്റൂല, എപ്പോഴും സ്വത്തേ 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 നോക്കിയിരിക്കുന്നവരാണ്.
and Hananiah and Sapphira is tempted by Satan. അപ്പോൾ സാത്താൻ അനന്യാസിന്റെ സഫീറിന്റെ അടുക്കൽ വന്നു. Yeah, this time Satan can tempt you. ഇപ്പോഴാണ് എല്ലാ സമയത്തും സാത്താൻ നിങ്ങളുടെ മാർഗ്ഗം അടക്കത്തില്ല. ഇതുപോലുള്ള സമയങ്ങളിലാണ് സാത്താൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് മന്ത്രങ്ങൾ പറയുന്നത്. Giving money. ഈ പണപരമായ കാര്യങ്ങൾ വരുമ്പോൾ സാത്താൻ അടുത്തില്ലെങ്കിൽ അത് ചെയ്യും, വന്നിരിക്കും സാത്താൻ. Same time when Hananiah and Sapphira they sold the land, ഒരുമിച്ചിരിക്കുകയാണ്. but they did not give all money to the apostle. അവർ വസ്തുക്കൾ വെച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എല്ലാം കൊടുക്കരുതെന്ന് സാത്താൻ എന്ന് പറഞ്ഞു. But be like Barnabas. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനികളാവരുത്. ബർന്നബാസിനെ പോലെയുള്ള ഒരു ദൈവഭക്തനായിരിക്കണം. He held the apostle by his heart. അപ്പോൾ ഹൃദയം തുറന്ന് ശിഷ്യന്മാരെ സ്നേഹിച്ചു, ദൈവഭക്തന്മാരെ സ്നേഹിച്ചു. I know some of you don't have land. അപ്പോൾ നിങ്ങൾക്കറിയാം ചിലർക്ക് വസ്തുക്കൾ ഉണ്ടാകണമെന്നില്ല. I know you don't have much property. നിങ്ങളൊക്കെ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. But you have to encourage by your hearts. എന്നാൽ നിങ്ങൾക്ക് അതൊന്നും ഇല്ലെങ്കിലും പണമോ സ്വത്തുക്കളോ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം തുറന്ന് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. If you see the life of the pastor, എന്നാൽ നിങ്ങൾ ദൈവഭക്തന്മാരുടെ ജീവിതം കാണുന്നില്ല. they need encouragement more than you. പാസ്റ്റേഴ്സിനും അവർക്ക് എന്തുണ്ട്, നിങ്ങളിൽ നിന്നുള്ള പ്രചോദനം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. They carry all pain, all burden in his heart. അപ്പോൾ ശുശ്രൂഷകളിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഭാരങ്ങളില്ലെന്ന്. അവർക്ക് വളരെയധികം ഭാരങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അവരെ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. And he will come in front of you. അപ്പോൾ നിങ്ങൾ അവരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ And he will say, I will pray for you. അപ്പോൾ നിങ്ങൾ തിരിച്ചു പറയണം, പാസ്റ്ററെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, I will help you. ഞാൻ സഹായിക്കാം. What is your problem? എന്താണ് നിങ്ങളുടെ പ്രശ്നം Show me. പറയുക. I can help you. ഞാൻ സഹായിക്കാൻ സന്നദ്ധനാണ്. But you never think നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കും. he has more than problem than you. നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ പ്രശ്നമാണ്, പക്ഷെ നിങ്ങളെക്കാളും വലിയ പ്രശ്നത്തിലാണ് നിങ്ങളുടെ ഭാഷമുള്ള കാര്യം ചിന്തിക്കണം. But pastor knows how to encourage believers. പക്ഷേ പാസ്റ്റർ അറിയാം എങ്ങനെയാണ് വിശ്വാസികളെ പ്രബോധിപ്പിക്കേണ്ടതെന്ന്. He will suffer a lot. പാസ്റ്റർ വളരെയധികം കഷ്ടപ്പെടുകയാണ്. And he will think how to make happy to my believers. എങ്ങനെയാണ് വിശ്വാസികളെ സന്തോഷപ്പെടുത്തുക, പ്രീതിപ്പെടുത്തുക എന്നുള്ള കാര്യം ചിന്തിക്കുകയാണ്. But he will feel pain, burden, but no one is there to encourage him. എന്നാൽ പലപ്പോഴും പാസ്റ്റർ നിരാശപ്പെടുത്തുകയാണ് വിശ്വാസികൾ ചെയ്യാറുള്ളത്, പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം. How many have decided to encourage others? Please. അപ്പോൾ ഇന്ന് ഞാൻ പറയട്ടെ, ഈ വചനം കേട്ടിട്ട് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താനായിട്ട് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? I have shared two things. ഓൺലി പുരുഷന്മാർ മാത്രം, സ്ത്രീകളൊന്നും താല്പര്യപ്പെടുന്നില്ല. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ, ആശ്വസിപ്പിക്കുവാനും എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. And last thing I will tell you before I conclude my message. ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. If you want to encourage others, മറ്റുള്ളവരെ നിങ്ങൾക്ക് ധൈര്യപ്പെടുത്തുമെങ്കിൽ you have to avoid condemn the people. You have to avoid condemning people. മറ്റുള്ളവരെ കുറ്റം പറച്ചിലങ്ങ് നിർത്തണം, എങ്കിലേ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. Condemning is the enemy of encouragement. ഓക്കെ, ഈ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രബോധനം എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്, നെഗറ്റീവ് ആണ്. അത് പര്യാപ്തമല്ല, ഓപ്പോസിറ്റ് വേർഡാണ്, വിപരീതപരമാണ്. When already lady came in front of Jesus Christ, അതായത് ദൈവമക്കള് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ and Sadducees and Pharisees they were condemning this lady. ഈ സദൂക്യരും അതുപോലെ പരീശന്മാരും എന്ന് പറയുന്ന കുറെ വിശ്വാസികളുണ്ട്. അവരെല്ലാം അവരെ കുറ്റപ്പെടുത്തുകയായിരുന്നു. They were saying, according to the law of Moses, she will be stoned. അപ്പോൾ മറ്റുള്ള പരീശന്മാരൊക്കെ പറയുകയാണ്, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവരെ കല്ലെറിയണം. And they were challenging to Jesus Christ, what you will do? എന്നാൽ യേശുക്രിസ്തു എന്താണ് ചെയ്തതെന്ന് നോക്കണം അവിടെ. And Jesus said, among you who never committed sin, stone her. അപ്പോൾ ശബരി ആ കല്ലെറിഞ്ഞു കൊല്ലേണ്ട സ്ഥാനത്ത് പാപിനിയായ സ്ത്രീയെ കണ്ടിട്ട് യേശു പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. I will question, how many you never commit sin? Please raise your hand. How many you have never committed sin? ഇവിടെ ഇരിക്കുന്നതിൽ ഒരു ദിവസം പോലും പാപം ചെയ്തിട്ടില്ല എന്നുള്ളവർ മാത്രം ഹല്ലേലൂയ പറയും. Please raise your hand. പ്ലീസ് കാണട്ടെ, ഇവിടെ ഇരിക്കുന്നതിൽ ഒരു ദിവസം പോലും ഒരു പാപം ചെയ്തിട്ടില്ല എന്നുള്ളവർ. No one was there. There was no one. ഞാൻ പറയാം, ഞങ്ങൾ ആരും അങ്ങനെയല്ല, ആരും ഭാവികൾ, എല്ലാവരും ഭാവികളാണ്, ആരും നീക്കന്മാരൊന്നുമില്ല. They are condemning this lady.
എന്നിട്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് 1000 കാര്യങ്ങൾ മനസ്സിൽ ചെയ്തു കൂട്ടി വെച്ചിട്ടാണ്. But when they see mirror, അതായത് കണ്ണാടി മുമ്പിൽ ചെന്ന് മുഖം നോക്കുന്നത് they was already. അതുപോലെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താ പറഞ്ഞത്. And they left this lady. And they left this lady. അപ്പോൾ ഇപ്പൊ സംഭവം യേശുക്രിസ്തുവിന്റെ മറുപടി കേട്ടപ്പോൾ അവരെ കല്ലൊക്കെ ഇട്ടിട്ട് ഓടി. But what Jesus did? ഇതാണ് യേശു എന്താ ചെയ്തത്? Jesus took her. അപ്പോൾ യേശുവോട് എടുത്തിട്ട് And Jesus said to her, യേശു അവരോട് പറഞ്ഞത്, nobody will punish you. ആരും നിന്നെ സൃഷ്ടിച്ചില്ലേ? I am not going to also punish you. അപ്പൊ അവരുടെ ആരും നിങ്ങളെ സൃഷ്ടിച്ചില്ലെങ്കിൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ വെറുതെ വിടുകയാണ്. But go and don't sin again. Hallelujah. പക്ഷെ ഒരു കാര്യമേ പറയാനുള്ളൂ, ഇപ്പൊ ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നിന്നെ ശിക്ഷിക്കുന്നില്ല, നീ പോവുക, പക്ഷെ ഇനി മേലാൽ നീ പാപം ചെയ്യരുത്. Jesus did not condemn her, rather he encouraged, go and don't sin. യേശു ക്രിസ്തു അവളെ വിധിക്കുകയല്ല ചെയ്തത്, പകരം എന്താ ചെയ്യുന്നറിയാമോ? അവളെ ആശ്വസിപ്പിക്കുകയും മേലാൽ പാപം ചെയ്യരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. My dear church, പ്രിയ സഭേ, don't look the weakness of people and condemn them. ഒരു മനുഷ്യന്റെ ദുർബലമായ ഭാഗങ്ങളെ ചിന്തിച്ച് അവരെ നിന്ദിക്കുകയല്ല വേണ്ടത്. Rather than encourage them, brother, you can do it. Grace of God. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ പ്രബോധിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ക്രിസ്തുവിൽ നിലനിർത്തുകയും ചെയ്യുക, അതാണ് ഒരു ദൈവവേദന്റെ ആവശ്യം. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. This is the power of encouragement. ഇതാണ് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തിയാലുള്ള ശക്തി. I see some of the chairs are here empty. ഞാൻ നോക്കുമ്പോൾ പുരുഷന്മാരുടെ ഭാഗത്ത് പല ചെയറുകളും ഇപ്പൊ ശൂന്യമാണ്, ആളില്ല. ചെയറുണ്ടോ? പക്ഷെ ആളില്ല. And pastor is looking who is coming, who is not coming. അപ്പോൾ പാസ്റ്റർക്ക് അറിയാം ആരാണ് വരാത്തത്. എല്ലാ ദിവസവും എത്തുന്ന പുള്ളിയൊക്കെ പാസ്റ്റർക്ക് അറിയാം. And I know pastor will be most happy when his all believers will come. അപ്പൊ എല്ലാവരും വന്ന് ആ ചെയറൊക്കെ നടന്നിരുന്നാൽ പാസ്റ്റർ പ്രത്യേക സന്തോഷമുള്ളവനാണ്. And pastor will discourage when his believers not come. അപ്പോൾ ആ കസേര വെറും കസേര കാണുമ്പോൾ ഒരു ഭാഗത്തേക്ക് ദുഃഖമില്ലാതിരിക്കില്ല. Therefore, through your attention, you can also encourage pastor. Hallelujah. നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. As I conclude this sermon, ഞാൻ എന്റെ പ്രസംഗം നിർത്താൻ ആഗ്രഹിക്കുകയാണ്. I want to remind you again. ഞാൻ നിങ്ങളെ വീണ്ടും പ്രബോധിപ്പിക്കുന്നത്, the power of encouragement can make beautiful family. നമുക്കറിയാം ധൈര്യപ്പെടുത്തലിലൂടെ നല്ലൊരു കുടുംബത്തെ നമുക്ക് പണിയാനായിട്ട് കഴിയും. The power of encouragement can make beautiful church. നമുക്ക് ധൈര്യപ്പെടുത്തലിലൂടെ മനോഹരമായ ഒരു സഭയെ പണിയാനായിട്ട് കഴിയും. The power of encouragement can make beautiful society. മാത്രമല്ല പരസ്പരം നമ്മൾ ഉപദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് കഴിയും. And the power of encouragement can make beautiful nation. Hallelujah. അങ്ങനെ നമുക്ക് ഒരു സ്വർഗരാജ്യം, അതായത് ഒരു kingdom of God ഉണ്ടാകാനായിട്ട് ദൈവം സഹായിക്കും. And think yourself whom you have to encourage and who need encourage. നീ ചിന്തിക്കുക, ആർക്കാണ് ഈ ഉപദേശമായിരിക്കുന്നത്, പ്രബോധനം ആവശ്യമായിരിക്കുന്നത്, ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം ദൈവങ്ങൾ ചിന്തിക്കണം. Because this time believers going very discouraged, going very down. നിങ്ങൾക്കറിയാമോ, പലരും വളരെ നിരാശയിലും ബുദ്ധിമുട്ടിലുമാണ്. But they need your encouragement. അവര് നിങ്ങളുടെ പ്രബോധനം ധൈര്യം ആവശ്യമാണ്. Encourage them by your words. നിങ്ങളുടെ വാക്കുകളിലൂടെ, Encourage them by നിങ്ങളുടെ സഹായങ്ങളിലൂടെ, and encourage your pastor. നിങ്ങൾ സഭയിൽ വരുന്നതിലൂടെ, സാന്നിധ്യത്തിലൂടെ